ഞാൻ രാവിലെ ഇഡ്ഡലിക്ക് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതൊന്ന് വീഡിയോയിൽ ഇടാമെന്ന്. ഇതിൽ ഉഴുന്നുപരിപ്പ്, മുളക്, വറ്റൽമുളക്, കരിവേപ്പില കുറേ കൂടുതലുണ്ട്. കരിവേപ്പില കാരണം നല്ല കരിവേപ്പില കിട്ടുന്നുണ്ട്. നല്ലോണം കരിവേപ്പില. പിന്നെ കരിവേപ്പില നമ്മളുടെ ആരോഗ്യത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്ന സാധനമല്ലേ. ഇനി കുറച്ച് ഉപ്പിടാം. ഇത് മൂത്ത് കഴിയുമ്പോൾ കുറച്ച് കായപ്പൊടിയും കൂടി ഇടും. കുറച്ചും കൂടി മൂക്കാനുണ്ട്. കായ ഇട്ടാൽ നല്ലത്. കായപ്പൊടിയാണ് ഉള്ളത്. മതി. നല്ല വാസന വരുന്നുണ്ട്. കായ ഓഫ് ചെയ്യാം. ഇത് ചൂടാറി കഴിഞ്ഞിട്ട് മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുക്കാം. ഇത് പൊടിച്ചെടുക്കാം. പൊടിഞ്ഞിട്ടുണ്ട്. ഇത് വെളിച്ചെണ്ണയിൽ ചാലിച്ച ഇതിലേക്ക് നല്ല ചമ്മന്തിപ്പൊടി ചാലിച്ചെടുക്കാം. നമുക്ക് 2 സ്പൂൺ ചമ്മന്തിപ്പൊടി എടുത്തിട്ട് അതിൽ വെളിച്ചെണ്ണ വെർജിൻ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാനാണ് ഏറ്റവും നല്ലത്. ഞങ്ങളിവിടെ സ്ഥിരമായിട്ട് വെർജിൻ കോക്കനട്ട് ഓയിലാണ് ഉപയോഗിക്കുന്നത്. ചെറിയ 3 സ്പൂണിൽ ഇട്ട് ചാലിക്കുക. ഇത്തിരിയും കൂടി വയ്ക്കാം.